ആന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമശസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരീഹന്തവാക്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയത്തിൽ നമ്മൾ കണ്ടത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടത്താനുള്ള ആഗ്രഹം, അറിവ് ഒന്നിനോടും ബന്ധമില്ലാണ്ട് സൃഷ്ടി നടത്തിക്കോളൂ. അപ്പം അത് നമുക്ക് ദുഃഖ കാരണമാവില്ല. ചെയ്യുമ്പോഴും വേണ്ട കാര്യമാണത്. സൃഷ്ടികർമ്മത്തിൽ ആ അറിവ് ബ്രഹ്മാവിന് ഭഗവാൻ പകർന്നു കൊടുത്തു. ബന്ധമില്ലാണ്ട് സൃഷ്ടിച്ചോളൂ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എങ്ങനെയൊക്കെ സൃഷ്ടി ഉണ്ടായി, എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്, എപ്പോഴൊക്കെയാണ് സൃഷ്ടിച്ചത്, എപ്പോൾ സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, എന്ത് സൃഷ്ടിച്ചു, ഈ കാര്യങ്ങൾ തുടർന്നുള്ള ദശകത്തിൽ പറയണം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേകാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയർത്തത്തേവാപ്യവേദാൻ സൃഷ്ടിഞ്ചക്രേ പൂർവകൽപ്പോപമാനാം. അതായത് കൃതം ത്രേതാ ദ്വാപരം കലി ഇങ്ങനെ ആവർത്തിച്ച് 1000 പ്രാവശ്യം ആവുമ്പോൾ ബ്രഹ്മാവിനൊരു പകലും 1000 പ്രാവശ്യം വീണ്ടും ആവർത്തിക്കും ബ്രഹ്മാവിനൊരു രാത്രിയും. ഈ രാവും പകലും ഉള്ളതിന് ഇടയിൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രളയം ഉണ്ടാവും. ഒരു പ്രളയകാലത്ത് ഉണ്ടായിട്ടുള്ള അതേ സൃഷ്ടി തന്നെയാണ് അടുത്ത ദിവസം ബ്രഹ്മാവിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ആ ദിവസമാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഒരു കാലഘട്ടത്തിലുള്ള സൃഷ്ടി തന്നെ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടാവണു. ഒരു മാറ്റവും ഇതിനില്ല. കഴിഞ്ഞ കലിയുഗത്തിൽ നമ്മളിതുപോലെ ഇരുന്നുണ്ടാവുന്നതാണ്. വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇനിയും ഇരിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആവർത്തിക്കുകയാണ്. ബ്രാഹ്മേ കൽപ്പേ ആദിമേ ലബ്ധജന്മ. ഒരു ബ്രഹ്മാവ് കഴിഞ്ഞാൽ അടുത്ത ബ്രഹ്മാവ്, അതിനാണ് ബ്രാഹ്മകൽപ്പം ഉണ്ടാവും. ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയും, അടുത്ത ബ്രഹ്മാവ് ഉണ്ടാവും. ബ്രഹ്മാ ഭൂയർത്തത്തേവാപ്യവേദേ. ഇപ്പോൾ ബ്രഹ്മാവ് എന്താവണു? ഭഗവാനിൽ നിന്ന് വേദങ്ങൾ സ്വീകരിക്കുന്നു. സൃഷ്ടിക്കണമെങ്കിൽ അറിവുണ്ടാവണം. അറിവില്ലാണ്ട് സൃഷ്ടിക്കാൻ പറ്റുമോ? അത് ഭഗവാനിൽ നിന്നുള്ള വേദങ്ങൾ മേടിച്ചിട്ടാണ് അറിവുണ്ടാക്കുക. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. ബ്രഹ്മാഭൂയ ത്വത്തേവാപ്യവേദാൻ. വേദങ്ങളെ ലഭിച്ചിട്ട്, നേടിയിട്ട്, അവാപ്യ നേടിയിട്ട്. സൃഷ്ടിഞ്ചക്രേ പൂർവകൽപ്പോപമാനം. പഴയ കൽപ്പത്തിലുള്ള അതേ സൃഷ്ടി തന്നെയാണ് ഈ ജന്മത്തിലും ആവർത്തിക്കപ്പെടുന്നത്. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേന്. പ്രാകൃത പ്രളയം എന്ന് പറയുന്നു ബ്രഹ്മാവിൻ്റെ പ്രളയം കഴിയുമ്പോൾ, ഒരു ബ്രഹ്മാവ് കഴിഞ്ഞ് വേറൊരു ബ്രഹ്മാവാകുമ്പോഴുള്ള കൽപ്പം. ബ്രാഹ്മേ കൽപ്പേ. ബ്രാഹ്മകൽപ്പം എന്ന് പറയുന്ന പുതിയ ബ്രഹ്മാവാകുമ്പോൾ പഴയ കാലത്തെ സൃഷ്ടി അതേപോലെ ആവർത്തിക്കുന്നു. ബ്രഹ്മാഭൂയ ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിയും ചക്രേ പൂർവകൽപ്പോപമാനാം. പൂർവകൽപ്പത്തിലുള്ള അതേ സൃഷ്ടി ഈ കൽപ്പത്തിൽ ഉണ്ടാവുന്നു. എങ്ങനെയാ? ഭഗവാനിൽ നിന്ന് വേദങ്ങളെ സ്വീകരിച്ചിട്ട്. സ്വയം ചതുർയുഗസഹസ്രമിത അന്യഹാനി താവൻ മിതാച്ചരജനീർ ബഹുശോനിനായ നിദ്രാത്യസോത്ത് നിലീയ സമം സ്വസൃഷ്ടൈ നൈമിത്തിക പ്രളയമാകുരഥോസ്യ രാത്രിം. വീണ്ടും ആ കൽപ്പത്തിനെ ഒന്ന് വർണ്ണിക്കുകയാണ്. ചതുർയുഗ സഹസ്രം എന്ന് പറഞ്ഞാൽ എന്താ? 4 യുഗങ്ങളുടെ 1000. ഇതൊക്കെ 4 യുഗം. കൃതം ത്രേതാ ദ്വാപരം കലി. അത് 1000 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ചതുർയുഗ സഹസ്രം ആയി. ചതുർയുഗ സഹസ്രം ആവുമ്പോൾ എന്താണ്? അഹാനി. അഹം എന്ന് പറഞ്ഞാൽ പകൽ. 1000 ചതുർയുഗങ്ങളാകുന്ന പകൽ. താവൻ മിതാച്ച രജനി. അങ്ങനത്തെ തന്നെ രാത്രിയും എന്ന് പറഞ്ഞാൽ 1000 ചതുർയുഗങ്ങൾ. 1000 ചതുർയുഗങ്ങൾ അഹാനി. ചതുർസഹസ്രം ഇതാന്യ അഹാനി. താവൻ മിതാച്ച രജനി. അങ്ങനത്തെ തന്നെ രാത്രിയും. 2000 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. 1000 പകൽ, 1000 രാത്രി. ബഹുശോ നിനായ. അനവധി ദിനരാത്രങ്ങൾ ഈ ബ്രഹ്മതാവ് കഴിച്ചു കൂട്ടിയിരിക്കുന്നു. ഇത്ര ദിനരാത്രങ്ങൾ ഇപ്പം നമ്മൾ കഴിച്ചു കൂട്ടുണ്ട് ഇല്ലേ? അത് ബ്രഹ്മാവിൻ്റെ കണക്ക് പ്രകാരമുള്ള ദിനരാത്രമാണെന്ന് മാത്രം കഴിച്ചു കൂട്ടി. നിദ്രാത്യസോത്തൈ നിലീയതമന്ത തൃട്ടൈ. അപ്പോൾ ഈ 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞ രാത്രിയായ ബ്രഹ്മാവ് ഉറങ്ങും. ബ്രഹ്മാവിനും വേണം അപ്പോൾ ഈ ഉറക്കേ. ആ ഉറക്കത്തിനാണ്
നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ നൈമിത്തിക പ്രളയം എന്താണെന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. നിദ്രാത്യസോ, നിദ്രയ്ക്ക് പോയിരിക്കുമ്പോൾ, ത്വയി നിലീയ, അങ്ങയിൽ ലയിക്കും എന്നാണ്. നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രിയും, അദ്ദേഹത്തിൻ്റെ രാത്രിയെയാണ് നമ്മൾ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ഉറക്കം നിമിത്തം ഉണ്ടാകുന്നത് കൊണ്ട് ഇതിനാണ് നൈമിത്തിക പ്രളയം. അപ്പോൾ നൈമിത്തിക പ്രളയം എന്നാൽ എന്ത് ചോദ്യമാണ്. ഉത്തരം പറയാണ് ചതുർയുഗ സഹസ്രം, കൃഗം ദേവദാപരം കലി എന്ന 1000 പ്രാവശ്യം ഉള്ള പകലും അഹാനി, അതേപോലെ തന്നെ ഉള്ള രജനി രാത്രിയും ബഹുശോനിനായ വളരെയേറെ കഴിച്ചു കൂട്ടിയിരിക്കണം. ഈ ഓരോ രാത്രിയുടെയും ഓരോ പകലിൻ്റെയും ഇടയിൽ എന്തുണ്ടാവും? ഒരു പ്രളയം ഉണ്ടാവും. അതിനെയാണ് നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രി. ഇതിനെയാണ് നമ്മൾ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്ധ്യാസമയം കഴിഞ്ഞ് രാത്രിയായ ബ്രഹ്മാവ് എന്ത് ചെയ്യും? നിദ്രാത്യസോ ത്വയി നിലീയ, നിദ്രയ്ക്ക് പോകുന്നു, നിദ്ര ഉണ്ടാവുന്നു, നിദ്രാവശഗതനാകുന്നു. അതിനാണ് നൈമിത്തിക പ്രളയം. ബ്രഹ്മാവിൻ്റെ ഉറക്കം നിമിത്തമുള്ള പ്രളയം നൈമിത്തിക പ്രളയം എന്ന് പറയപ്പെടുന്നു. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ, പ്രാകൃത പ്രളയത്തിൽ ബ്രാഹ്മേ കൽപ്പേഹാദിമേ ലബ്ധജന്മ, ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മാഭൂയത്വത്തേവാപ്യവേദാം സൃഷ്ടിഞ്ചക്രേ പൂർവകൽപ്പോപമാനം, പഴയ കൽപ്പത്തിലുള്ള പോലെ സൃഷ്ടി വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നടത്തുന്നു. ഇങ്ങനെ ഭൂയത്വമേവ അവാപ്യ വേദാൻ, ഭഗവാനിൽ നിന്ന് വേദങ്ങളെ സ്വീകരിച്ചിട്ട്, സ്വയം ചതുർയുഗസഹസ്രമിതാന്യഹാനി, ഇങ്ങനെ കൃതം ത്രയദാപരം കലി ഇൻറ്റു 1000 ചതുർയുഗസഹസ്രം. അഹാനി പകൽ കഴിച്ചുകൂട്ടി ബ്രഹ്മാവ്, രജനീർ രാത്രി കഴിച്ചുകൂട്ടി, ബഹുശോധനായ പകലും കഴിച്ചുകൂട്ടി രാത്രിയും കഴിച്ചുകൂട്ടി. അങ്ങനെ ഒരു രാത്രി വരുമ്പോഴാണ് അതിന് നിദ്രാത്യസോ, ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്നു. നൈമിത്തിക നിദ്രാത്യസോ ത്വയി നിലീയ തമം സ്വസൃഷ്ടേർ നൈമിത്തിക പ്രളയമാകുരതോസ്യ രാത്രിയും, അതിനെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.